വേണ്ട ഇവിടെ എങ്ങനെ ഒരു പന്തല് ദേ പെണ്ണുങ്ങൾ വിളി തുടങ്ങി. ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ അല്ല എന്തിനാ പന്തല്? നിന്റെ 16 അടിയന്തരം കഴിക്കാൻ മിണ്ടാണ്ടിരുന്നു അവിടെ. എങ്ങനെയൊക്കെ ആ കാര്യങ്ങളൊന്ന് അടുപ്പിച്ചുകൊണ്ടിരാന്ന് വിചാരിക്കുമ്പോഴാ ചിന്ന ആ തൊടി പോയി കഴുകു മുറിച്ചോ. പോയിക്കോ. ശരി പോയിക്കോ. ഓല പറഞ്ഞത് അവിടെ തന്നെ കാണും കേട്ടോ. പുതിയ വല്ല ആലോചനയുണ്ടോ? അതേടി ഞാൻ ഒന്നുകൂടെ കെട്ടാൻ പോവാ. ദേ ഒരു സംഗതി രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ സമ്മതിക്കില്ല. ഈ മുറ്റത്തൊരു പന്തലിരുന്ന് തോന്നി ഇടുന്നു, അത്ര തന്നെ. പറയില്ല, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെടുത്ത് ഇനി പറയില്ല. മതിയായി. എന്തിനാ കമുക് മുറിക്കണേ? പന്തലി എത്താൻ ശ്രീധരൻ വരുന്നതിന് മുമ്പ് കല്യാണം നടത്തണം. എന്നോട് പറഞ്ഞൂടെ ആരാ ചെക്കനെന്ന്? പെണ്ണുങ്ങളോട് പറയില്ല. എന്താ നിങ്ങൾ ഈ പറയണത്? ഞാൻ അറിയാതെ മോളുടെ കല്യാണം നടക്കേ? നീ അറിഞ്ഞു എന്ന് വെച്ചാ ഈ ഭൂമി മലയാളം മുഴുവൻ അറിഞ്ഞു എന്നർത്ഥം. കണ്ണൻ തന്നെയാണ് അവളെ കെട്ടാൻ പോകണമെന്ന് ഞാൻ എന്നോട് പറയേ. എന്നിട്ട് വേണം നാളെ മുതൽ ആൾക്കാർ ജാഥായിട്ട് ഇങ്ങോട്ട് വരാൻ. എന്ത് കല്യാണം കഴിഞ്ഞ കണ്ണനോ? അതെ, അവൻ തന്നെ. അവർ ബന്ധം വേർപെടുത്താ ഒക്കെ ഞാൻ ഒപ്പിച്ചു വെച്ച്. ഭഗവാനെ, പറയണ്ടെന്ന് വിചാരിച്ചതൊക്കെ പറഞ്ഞു പോയല്ലോ. ഈശ്വര, വിവരമുണ്ടോ നിങ്ങക്ക്? എന്തേ ഇതാണ് എന്നോട് പറയണ്ടെന്ന് വെച്ചേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ കൊന്നു കളിയും ഞാൻ. മനുഷ്യനൊരു അഭ്യാസം നടത്തി നോക്കാം, എങ്ങനെങ്കിലും ആ പെണ്ണിനെ ഒന്ന് ഇറക്കി വിടാൻ പറ്റുമോ? അപ്പോഴാണ് അവളൊരു അയ്യോ അതല്ല പറഞ്ഞത്. പിന്നെ ഏതാ? അവനാ കെട്ടണെങ്കിലേ പന്തലും മറ്റും ഇട്ട് നാട്ടുകാരെ അറിയിക്കണോ? ദേശാഭീസ് കഴിച്ചാ പോരെ? താലി കെട്ടൊഴിച്ച് എല്ലാം കഴിഞ്ഞല്ലേ ഗുരുവായൂർ വെച്ച്? ശരിയാണല്ലോ. പെണ്ണുങ്ങൾക്ക് വിവരില്ലെന്ന് ആരാ പറഞ്ഞേ? ഇതാണ് പറഞ്ഞേ, ഭാര്യയെ നേരത്തെ ആലോചിച്ചിട്ടേ എന്തും ചെയ്യാവൂന്ന്. കൊടുകൈ മോനെ ചിന്ന വെട്ടലേ കൗങ്ങി. ചിന്ന അയ്യോ ചതിച്ചല്ലടാ ചിന്ന. താലി കെട്ടിയെന്നല്ലാതെ അവര് തമ്മിൽ ഒരു ബന്ധമില്ലെന്നാ പറഞ്ഞത്. ഇനി അയാൾ എന്നെ കെട്ടണ്ട. അച്ഛൻ 10,000 രൂപ മുതലാക്കാനല്ലേ ഇതെല്ലാം ഒപ്പിച്ചോണ്ട് വരുന്നത്. ദേ നാവ് കൂടുന്നു. ഇതുവരെ ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. ഒക്കെ നിങ്ങൾ നിശ്ചയിച്ചു, ഞാൻ അനുസരിച്ചു. എനിക്കറിയാം എന്റെ ചേട്ടൻ പട്ടിണി കിടന്നുണ്ടാക്കിയ കാശാന്ന്. എന്ന് വെച്ച് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇല്ലമ്മേ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ കല്യാണം നടത്താൻ നിങ്ങൾ നിശ്ചയിച്ച എന്നെ നിങ്ങൾ ജീവനോടെ കാണില്ല. ഹലോ, PWD ഓഫീസല്ലേ? കണ്ണനുണ്ടോ? ഞാൻ കണ്ണന്റെ മിസ്സിസാ. ഒരു മിനിറ്റ്, കണ്ണ തന്റെ ഭാര്യ വിളിക്കുന്നു. ഹലോ, രാധിയാണോ? ഞാനാ കണ്ണൻ. കണ്ണേട്ടാ, അന്ന് കണ്ണേട്ടൻ ഫോൺ വിളിച്ചപ്പോ ആ നാശം പിടിച്ച ഓഫീസർ ഫോൺ തന്നില്ല. അതുകൊണ്ടാ. രാധിക എവിടുന്നാ സംസാരിക്കുന്നത്? ഞാൻ ബാങ്കിൽ നിന്നാ. കണ്ണേട്ടൻ എന്നെ മറന്നോ? രാധിക എവിടുന്നാണെന്ന് പറയൂ, ഞാനിപ്പോ വരാം. അയ്യോ, എങ്ങനെ ഇപ്പൊ എത്തുക? ദൂരെ എത്രയെന്ന് വെച്ചാ? അതൊന്നും സാരമില്ല, സ്ഥലം പറയൂ. നമ്മുടെ അമ്പലത്തിനടുത്ത് കൃത്യം 5 മണിക്ക്. കാണാൻ തിടുക്കായി. എന്താ ഇവിടെ? 5 മണിക്ക് രാധിക ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് വരാന്ന് പറഞ്ഞോ? ഫോൺ ചെയ്തിരുന്നു. 3 മണി മുതല് ഞാനിവിടെ കാത്തിരിക്കുക. എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്നോടങ്ങനെ പറയായിരുന്നില്ലല്ലോ. എന്ത് തടസ്സം ഉണ്ടായാലും മനസ്സുണ്ടെങ്കിൽ വരുമായിരുന്നു. അച്ഛൻ വിചാരിക്കണ പോലെ ഞങ്ങൾ തമ്മിൽ പിണക്കൊന്നുമില്ല. വഴക്കൂടി പോന്നതല്ലേ. രാധയ്ക്ക് വിഷമം കാണും. വിളിച്ചാൽ വരാതിരുന്നാലോ എന്ന പേടിയാ എനിക്ക്. അച്ഛൻ പറയണം എനിക്കൊരു വിരോധവും ഇല്ലെന്ന്. രാധിക വരികയാണെങ്കിൽ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടു പോരാമെന്ന്. കണ്ണാ, നിന്നെ ആരോ കബളിപ്പിച്ചാണ്. അവള് നിന്നിൽ നിന്നും വളരെ ദൂരത്ത് പോയിരിക്കുന്നു. ഇനി അടുപ്പിക്കണമെങ്കിൽ അവിടുന്ന് തന്നെ തീരുമാനിക്കണം. കേശു വൈദ്യര് നിന്നോട് വല്ലതും പറഞ്ഞോ? ഇല്ല. ആ, നിന്നോട് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ലെന്ന് അങ്ങേർക്ക് തോന്നിയിട്ടുണ്ടാവും. തുളസിക്കൊരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്. നീ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇലക്ട്രിസിറ്റി ഓഫീസിലെ ലൈൻമാനാത്രേ. അവര് തുളസിയെ കണ്ടിരിക്കുന്നു.
ആ, ഒരു കാര്യം അമ്മയോട് പറയാൻ മറന്നു. രാധിക ടെലിഫോൺ ചെയ്തിരുന്നു. ഫോണിൽ പറഞ്ഞ അനുസരിച്ച് ഞാൻ സ്ഥലത്ത് ചെന്നപ്പോ അവിടെ രാധിക ഉണ്ടായില്ല. ചെന്നു പെട്ടത് അച്ഛന്റെ മുമ്പിൽ. എങ്ങനെ ഉണ്ടാവും? ഈ ഒരു ഒറ്റ വിചാരമേ ഉള്ളൂ നിനക്ക്? നാളല്ലല്ലോ, ടെലിഫോൺ ചെയ്തപ്പോഴേക്കും ഓടിപ്പോയത്രേ. ആണുങ്ങളെ പോലെ പെരുമാറണം. ഒന്നിലെ പോയി കൂട്ടിക്കൊണ്ടുവരണം, അല്ലെങ്കിലേ അവളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് കത്തെഴുതണം. അമ്മ ഇത് നേരത്തെ പറയാത്ത എന്താ? ഞാൻ കത്തെഴുതുമായിരുന്നല്ലോ. ഈ രാധിക വരുന്ന മാത്രമാണ് നിനക്ക് വലിയ കാര്യം. സ്വന്തം അനിയത്തിക്ക് വിവാഹം ആലോചിക്കുന്ന കാര്യം പറയുമ്പോഴാ. അതിൽ ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? അത് തീരുമാനിച്ചു കഴിഞ്ഞല്ലേ? ഹരി റെഡിയായിട്ട് നിൽക്കുക. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഹരിക്കൊരു ജോലി കിട്ടിയിട്ട് എപ്പം നടക്കാനാ? ഇപ്പൊ വന്നിരിക്കുന്ന ആൾക്ക് ശീതനവും പണ്ടും ഒന്നും വേണ്ടെന്നാ പറയുന്നത്. കണ്ണാ, ഇത് ഉറപ്പിക്കുന്നതാ ബുദ്ധി. ഒരു മിനിറ്റ്. ഇതിലടിക്കുന്ന കാറ്റ് മുഴുവൻ എങ്ങോട്ട് പോകുന്നു? എന്താ ഹരിയേട്ടന്റെ ഭാവം? ഇതും പൊക്കിയെടുത്ത് കുമാരേട്ടന്റെ സൈക്കിൾ ഷോപ്പിൽ കൊണ്ടുപോയി പഞ്ചർ ഒട്ടിക്കുക. തമാശ കള ഹരിയേട്ടാ. എന്റെ കല്യാണം ഉറപ്പിക്കുന്നു തോന്നുന്നത്. അത് നല്ല കാര്യമല്ലേ? ഞാൻ കാര്യമായിട്ട് പറയാ. ഞാൻ അറിഞ്ഞു തുളസി, പക്ഷേ എനിക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഞാൻ സമ്മതിക്കില്ല, തീർച്ച. ഞാൻ ഇങ്ങോട്ട് ഓടി വരും. ഇങ്ങോട്ടോ? ഇവിടെ ഞാൻ തന്നെ ഒരു അധികം പറ്റാ. പിന്നെ ഞാൻ എന്താ ചെയ്യാ? നീ ആ കല്യാണത്തിന് സമ്മതിക്കണം. ഹരിയേട്ടന് ഒരു സ്നേഹമില്ല. ഒരു കൊട്ടയ്ക്കുണ്ടത്. വെറുതെ കിട്ടുന്ന സാധനമല്ലേ, അതുകൊണ്ട് എന്താ കാര്യം? എന്നാ നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാം. നീണ്ട കഥകളിലെ ഡയലോഗാ നീ കാച്ചണത്. എങ്ങോട്ടെങ്കിലും ഓടിപ്പോവുക. പട്ടിണി കൊണ്ട് നട്ടം തിരിയുമ്പോ ഈ സ്നേഹമൊക്കെ പറ്റും. എന്നിട്ട് എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചാവും. അതാ ആഗ്രഹം. എന്റെ തുളസി, ഇതൊക്കെ കഥകളിലേ നടക്കൂ. ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ ഹരിയേട്ടന് ഒരു ദുഃഖമില്ലേ? ഹരിക്ക് ആകെയുള്ള സ്വത്തുക്കൾ അത് രണ്ടുവാ, സ്നേഹവും ദുഃഖവും. അതിൽ സ്നേഹം ഞാൻ ആര് ചോദിച്ചാലും കൊടുക്കും. പക്ഷെ ദുഃഖം അതെനിക്ക് വേണം. എന്ന് വെച്ച് നീ വിചാരിക്കണ പോലെ നീ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനമൊന്ന് വേലിക്കലെന്ന് പാടുമൊന്നുമില്ല. എന്റെ തുളസിക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കും. കരയ, ഈ കല്യാണം നടക്കട്ടെ പെണ്ണെ. എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെയാ. കല്യാണം നിശ്ചയിക്കുമ്പോ ഒരു തേങ്ങല്, കുറച്ച് കഴിയുമ്പോ അതൊക്കെ താനേ മറക്കും. നാളെ ഭർത്താവ് ഒത്ത് ഒരു കുഞ്ഞിനെ ഒക്കത്തെടുത്ത് ഈ വഴിയിലൂടെ പോകുമ്പോ ഞാൻ ഈ വേലിക്കരിയിൽ നിന്നാലും നീ തിരിഞ്ഞു നോക്കില്ല. തുളസി പൊയ്ക്കോ. ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് ശരിയല്ല. ഈ ഒരു കാര്യത്തിൽ അസൂയുള്ളവരാ ഞങ്ങൾ ആണുങ്ങൾ. അവരെത്ര പെണ്ണുങ്ങളുടെ പുറകെ പോയാലും ഭാര്യ പതിവ്രതയായിരിക്കണം നിർബന്ധമുണ്ട്. ഇനി ഇതെങ്ങാനും അറിഞ്ഞാ അത് മതി പരാക്രമം കാണിക്കാൻ. മോള് പൊയ്ക്കോ. നിന്നെ പിരിഞ്ഞുകൊണ്ടുള്ള ഒത്തുതീർപ്പിന് അയാൾ സമ്മതിക്കോ? സമ്മതിക്കുന്ന ചേട്ടൻ പറഞ്ഞത്. എനിക്കെന്തോ വിശ്വാസം വരുന്നില്ല. അന്ന് ബാങ്കിൽ വെച്ച് ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അയാളുടെ കാര്യം പാത്തറ്റിക്കാ. അപ്പൊ എന്റെ കാര്യോ? ഞാൻ ഒരു സിമ്പതി അർഹിക്കുന്നില്ലേ? തെറ്റൊക്കെ എനിക്കുണ്ട് ഫീലിങ്സ്. സോറി രാധേ, ഞാൻ അത് ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്. ഒരു വിധത്തിൽ അയാൾ നിനക്ക് മാച്ചല്ലെന്നും അറിയാം. എന്നാലും അയാളുടെ സ്നേഹം ശരിയാ, എന്നോട് വലിയ സ്നേഹ. പക്ഷെ ഞാനത് എങ്ങനെയാ പറയാ? ആ സ്നേഹം എനിക്ക് ശാപമായിട്ടാ തോന്നുന്നത്. അച്ഛൻ ഉറങ്ങുന്നില്ലേ? നീ ഉറങ്ങുന്നില്ലേ? മോള് പോയി ഉറങ്ങിക്കോ. നാളെ വക്കീലിനെ കാണാൻ പോണമെന്നല്ലേ മാധവൻകുട്ടി പറഞ്ഞിരിക്കുന്നേ. ഞാൻ ചെയ്യുന്നത് തെറ്റാണോ അച്ഛാ? മോക്കങ്ങനെ തോന്നിയോ? തെറ്റെന്ന് തോന്നുന്ന ഒന്നും ചെയ്യരുത്. ചെയ്താൽ മനസ്സ് നമ്മുടെ ശത്രുവാകും. മനസ്സിനെ മാറ്റി നിർത്തിയ നാം ചെയ്യുന്ന എല്ലാം ശരിയാണ്. മോള് സമാധാനമായിട്ട് പോയി ഉറങ്ങിക്കോ.
പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പൊരുത്തപ്പെടാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ ഞാനും ചിന്തിച്ചതാ. പക്ഷേ സാധിക്കുന്നില്ല. കണ്ണന് രാധികയോട് വലിയ സ്നേഹാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. സ്നേഹാണ്, പിന്നെ പിന്നെ ഒന്നുമില്ല. വിവാഹത്തെക്കുറിച്ച് ഒരു പെൺകുട്ടിക്ക് എന്തെല്ലാം മോഹങ്ങൾ കാണും. എല്ലാരും കൂടെ തകർത്ത് കളഞ്ഞത് അതായിരുന്നു. രാധികയുടെ ഭാഗ്യം ഞാൻ തട്ടിത്തെറിപ്പിച്ചും തോന്നുന്നുണ്ടോ? യു ആർ സേവ്ഡ്. ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ. ഒരു പെൺകുട്ടി സ്വപ്നം കാണുന്നതിനപ്പുറമുള്ള ഒരു ദാമ്പത്യമാണ് എനിക്ക് വീണ് കിട്ടിയെന്ന് അച്ഛൻ പറയാറുണ്ട്. രാകേഷിനെല്ലാം ഉണ്ട്. സുന്ദരൻ, സമ്പന്നൻ, കാറ്, ബംഗ്ലാവ്, ഒരു പെൺകുട്ടി മോഹിക്കുന്ന എല്ലാം. ബട്ട് ഹീസ് നിയർ എ കമ്പ്യൂട്ടർ. അപ്പൊ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാവർക്കും എന്ന് സമാധാനിക്കുക. എല്ലാം അറിഞ്ഞപ്പോ ഒന്ന് സംസാരിക്കണം തോന്നി. ഇനി രാധികയുടെ ഇഷ്ടം. ബന്ധം വേർപ്പെടുത്തിയ വേറെ വിവാഹം കഴിക്കോ? കഴിക്കണം. ഇല്ലെങ്കിൽ ചേട്ടൻ കഴിപ്പിക്കും. രാധികയ്ക്ക് യോജിച്ച ആളെ തന്നെ. മനപ്പുറത്ത് എന്നൊക്കെ പറയുന്നത് ലോട്ടറി അടിക്കുന്ന പോലെയാ. ഒത്താ ഒത്തു. ഇഷ്ടപ്പെട്ട ആളെ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന ആളെ ഇഷ്ടപ്പെടുക. ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. ദുഷ്ടൻ. ഇവിടെയാണ് രക്തം തളം കെട്ടിക്കിടന്ന സ്ഥലം. ശ്രീകരം. രാത്രി പേൻ നോക്കുന്ന ലക്ഷണക്കേടാ കമലു. ടി വി കണ്ട ആ പേമ്പോണ മരുന്ന് വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് എന്താ വാങ്ങാത്തത്? ടി വിയിൽ കാണുന്നൊക്കെ വാങ്ങിക്കൂട്ടാൻ ഞാൻ പാലക്കാട്ടുകാരൻ പലചരക്ക് കച്ചവടക്കാരനല്ല. PWDയിലെ UDC ആണ്. എന്റെ കാശില്ല. ആരോ ബെല്ലടിക്കുന്നു. എന്താ ഹരി നേരത്ത്? പറയാം. ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യമുണ്ട്. അല്ല, കമലും പിള്ളേരും ഒറ്റയ്ക്കേ ഉള്ളൂ. പെട്ടെന്ന് ഇങ്ങോട്ട് വരാം. അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ലേ വിളിക്കുന്നത്. ഓഹോ. കമലു വാലടച്ചേ. എങ്ങോട്ടാ ഈ നേരത്തെ? ഞങ്ങൾ കേട്ടോളൂ. വലിച്ചു കിടന്നപ്പോ അവനോ ബുദ്ധിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ സ്വയം ഒഴിഞ്ഞു പോകുമായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയെങ്കിലും എന്റെ പെങ്ങൾക്കൊരു ജീവിതം വേണം. കണ്ണനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരും. ശരിയാ. കോടതിയും കേസൊന്നുമില്ല തീരുന്നെങ്കിൽ അതല്ലേ നല്ലത് ഹരി. ഇത് രാധികയുടെ തീരുമാനമാണോ? അതെ, അവൾ ഒപ്പിടാൻ തയ്യാറാണ്. അവൾക്ക് വേണ്ടെങ്കിൽ കണ്ണനും വേണ്ട. അതാണ് ബുദ്ധി. തീയതി നിശ്ചയിച്ചിട്ട് ഞാൻ അറിയിക്കാം. ജീവൻ പോയാലും അവന് ഇതിന് സമ്മതിക്കും തോന്നുന്നുണ്ടോ? അതിനും ഉണ്ടടാ ഒരടവ്. ഒരടവ്. അടവെടുത്തെടുത്താണ് അവൻ അടി തെറ്റി വീണ് കിടക്കുന്നത്. പിന്നെ കൊണ്ടുവന്ന അടവ്. മിണ്ടരുത്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്തൊരു തള്ളലാണിത്? വിളിക്കടാ. അതെ, എന്റെ തൊണ്ടക്ക് നല്ല സുഖമില്ല, കഫം. ആവശ്യമില്ലാതെ വിളിച്ചുപദ്രവിക്കാൻ നിന്റെ തൊണ്ടയ്ക്ക് കുഴപ്പമില്ല. ആവശ്യം വന്നപ്പോ നിന്റെ തൊണ്ട കഫം. വിളിച്ചില്ലേ നിന്റെ ശവം. ശവം വേണോ കഫം വേണോ? ശവം അല്ല, കഫം. ശവം അല്ല. വിളിക്കടാ. വിളിക്കാമേ. കഫം പോയോ? പോയി. ഹലോ ഹലോ, കണ്ണനല്ലേ? ആരാ? കണ്ണന്റെ മിസ്സിസാ, രാധിക. എന്താ രാധികയത്? എത്ര നേരം ഞാനന്ന് കാത്തു നിന്നത്? അച്ഛനൊന്നും പറഞ്ഞില്ലേ? അച്ഛൻ പറഞ്ഞു, ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ കണ്ണേട്ടാ. കണ്ണേട്ടൻ വിളിച്ചാ ഞാൻ കൂടെ വരാം. ഞാനിപ്പ വരാം. ഇപ്പൊ വരാന്ന്? ഇപ്പൊ വരണ്ട, അടുത്ത ഞായറാഴ്ച 10 മണിക്ക് വരാം. അയ്യോ, ഇപ്പൊ വരണ്ട. അടുത്ത ഞായറാഴ്ച 10 മണിക്ക് വന്നാ മതി. ഞാൻ കാത്തിരിക്കും. ഞായറാഴ്ച വരെ ആക്കണോ രാധികയെ? എന്താ കണ്ണേട്ടാ ഇത്ര ധൃതി? ഇത്രയും ദിവസം കാത്തിരുന്നില്ലേ? ഒരു 10 ദിവസം കൂടെ കാത്തിരുന്നാൽ എന്താ? കള്ളൻ. ഞാനേ ഇനി ഒന്നും പറയണ്ടേ? ഒന്നും പറയണ്ട.